ഹായ് ഓൾ, വെൽക്കം ടു വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ. നമ്മൾ ഡിഗ്രി പ്രിലിംസിന്റെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള എക്സാംസിലേക്കുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നിന്നും പ്രീവിയസ് ഇയേഴ്സിലെ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം 3 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പാർട്ട് 3 ഭാഗം 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഭാഗം 3 ആർട്ടിക്കിൾസ്, വകുപ്പുകൾ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന് അല്ലെങ്കിൽ മൗലികാവകാശങ്ങളെ പ്രതിപാദിക്കുന്നതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം 3 പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അല്ലെങ്കിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 60ഓളം വരുന്ന രാജ്യങ്ങളുടെ ഭരണഘടനയെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ്, നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ചെക്ക് ചെയ്തു, പരിശോധിച്ചു. അതിൽ നിന്നും 10ഓളം രാജ്യങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? ആശയങ്ങളെ സ്വീകരിച്ചു. അങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് ഇന്ത്യ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത്. USA ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യ എന്ത് ചെയ്തത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ആശയം നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഭരണഘടനകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാർട്ട് 3 ഭാഗം 3 മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നാണ് പാർട്ട് 3, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അവകാശങ്ങളുടെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു വിവേചനവും കൂടാതെ, കാസ്റ്റ് ഇല്ല, ക്രീഡ് ഇല്ല, കളർ ഇല്ല, എനി അതർ ഒരു വിവേചനവും കൂടാതെ എല്ലാ വ്യക്തികൾക്കും ഉറപ്പു നൽകുന്നു. എല്ലാ പൗരന്മാർക്കും ചില അവകാശങ്ങൾ ഫോറിനേഴ്സിനും കൂടെ ഉറപ്പു നൽകുന്നതാണ് ഇന്ത്യയുടെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് തുടക്കകാലത്ത് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. ആദ്യകാലത്തെ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ്? റൈറ്റ് ടു ഇക്വാലിറ്റി ഉണ്ട്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പ്രതിപാദിക്കുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റിയെയാണ്. ദെൻ റൈറ്റ് ടു ഫ്രീഡം ഉണ്ട്. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ദെൻ നമ്മളിവിടെ പറഞ്ഞു 12 മുതൽ 35 വരെ ആർട്ടിക്കിൾസ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ 14 മുതൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എന്താണ് 12, എന്താണ് 13 എന്നൊക്കെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ പറയും. ഓർത്തിരിക്കുക, റൈറ്റ് ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. ദെൻ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് പ്രതിപാദിക്കുന്നത്. ദെൻ റൈറ്റ് എഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. തേർഡ് ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് റൈറ്റ് എഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ആർട്ടിക്കിൾ 23, 24 ആണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതപരമായ അവകാശം, മതപരമായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് അത് പ്രതിപാദിക്കുന്നത്. ദെൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായ അവകാശം. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്.
ഓക്കെ, ദെൻ റൈറ്റ് ടു പ്രോപ്പർട്ടി. ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടിയെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നത്. കറന്റ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. മുമ്പ് 7 മൗലികാവകാശങ്ങൾ, 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ 6ാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലിസ്റ്റിൽ നിന്നും എടുത്തു കളഞ്ഞിട്ടുണ്ട് അമെന്റ്മെന്റ് പ്രകാരം. അത് നമ്മൾ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകും. ഇപ്പോൾ ഓർത്തിരിക്കുക, 7 ഉണ്ടായിരുന്നു, ഇപ്പോൾ 6 ഉള്ളൂ. ഈ 7 റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടിയെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നത്. ദെൻ 7ാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പറഞ്ഞിട്ടുള്ളത്. 35 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെയാണ് ആർട്ടിക്കിൾസ് പറയുന്നത്. 33, 34, 35 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയും. ഈ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നത് ഓർത്തിരിക്കുക. അതിൽ നിന്നും റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ നിലവിലില്ല, എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 31 എന്നും ഓർത്തിരിക്കുക. അതായത് ആർട്ടിക്കിൾ 31 മൗലികാവകാശമായ റൈറ്റ് ടു പ്രോപ്പർട്ടിയെ, സ്വത്തിനുള്ള അവകാശം അല്ല, സ്വത്തിനുള്ള അവകാശമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി, അത് ഉൾപ്പെടുത്തിയിരുന്നത്. അത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് നിലവിൽ മൗലികാവകാശമല്ല, ലീഗൽ റൈറ്റ്, നിയമാവകാശം മാത്രമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ. ഓക്കെ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. ഇനി നമുക്ക് ഓരോ ആർട്ടിക്കിൾസിനെ കുറിച്ചും ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അതായത് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ ആർട്ടിക്കിൾസിൽ പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ 14ാമത്തെ ആർട്ടിക്കിൾ എന്താണ്? 15ാമത്തെ ആർട്ടിക്കിൾ എന്താണ്? 16 എന്താണ്? 17ഉം 18ഉം എന്താണ് എന്നൊക്കെ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കൂ, നമ്മൾ പറഞ്ഞു 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ 6ാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആയ റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് സ്വത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞു. അത് എന്നാണ് എടുത്തു കളഞ്ഞത്? 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം. 1978 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും എടുത്തു കളഞ്ഞത്. ഇപ്പോൾ നിലവിൽ സ്വത്തവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 12 പാർട്ട് 12 ആർട്ടിക്കിൾ 300A, ആർട്ടിക്കിൾ 100 അല്ല കേട്ടോ, ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. ഇപ്പോൾ നിലവിൽ 6 മൗലികാവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വത്തവകാശത്തെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 12 ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300A എന്താ പറയുന്നത്? സ്വത്തവകാശം. 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ചില പ്രത്യേകതകളുണ്ട്. ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ചില പ്രത്യേക അവകാശങ്ങൾ. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങള് പൗരന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ളതുണ്ട്. എന്നാൽ പൗരന്മാർക്കും വിദേശികൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള അവകാശങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ള അവകാശങ്ങളല്ല ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ചില അവകാശങ്ങൾ പൗരന്മാർക്ക് മാത്രം ബാധകമാണ് എന്നുണ്ടെങ്കിൽ ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് പൗരന്മാരെ പോലെ തന്നെ വിദേശികൾക്കും ബാധകമായിട്ടുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് വൺ, ഇറ്റ് ഇസ് നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. ഇത് അബ്സല്യൂട്ട് അല്ല, പക്ഷെ ക്വാളിഫൈഡ് ആണ്. അബ്സല്യൂട്ട് അല്ല എന്ന് പറയാൻ കാരണം എന്ത് ചെയ്യാൻ പറ്റും? അത് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഏർപ്പെടുത്താനുള്ള അധികാരം ഉണ്ട്. നമ്മളുടെ പാർലമെന്റിന് ഇതിന്റെ മേൽ എന്ത് ചെയ്യാൻ പറ്റും? റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താം. ഭരണഘടനാ ഭേദഗതി പ്രകാരം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഏർപ്പെടുത്താനായിട്ട് പറ്റും. അതിന്റെയൊക്കെ ഈ ഒരു റെസ്ട്രിക്ഷന്റെ ഒക്കെ ഒരു വയബിലിറ്റി ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കും? സുപ്രീം കോർട്ടായിരിക്കും. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റിന് ഇത്തരത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. അതുകൊണ്ടാണ് അത് അബ്സല്യൂട്ട് അല്ല എന്ന് പറയുന്നത്, ബട്ട് ക്വാളിഫൈഡ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റീഷ്യബിൾ.
ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ നീതിപരമാണ്. അതായത് ആർക്കെങ്കിലും ഏതെങ്കിലും വ്യക്തിക്ക് ഇന്ത്യൻ പൗരനെ അല്ലെങ്കിൽ വിദേശികൾക്ക് ഉറപ്പുവരുത്തുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന് മേൽ ചില ഫണ്ടമെന്റൽ റൈറ്റ്സ്, ചില മൗലികാവകാശങ്ങൾ വിദേശികൾക്കും ഇൻക്ലൂഡഡ് ആണ്, വിദേശികൾക്കും ബാധകമാണ്. അവർക്ക് അത് നിഷേധിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശികൾക്കൊക്കെ അവർക്ക് അവകാശപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോർട്ട് ത്രൂ പോയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതി മുഖാന്തരം അത് നേടിയെടുക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ജസ്റ്റീഷ്യബിൾ. ദെൻ ഇറ്റ് ഈസ് ഡിഫെൻഡഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദി സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടാണ് അതിന്റെ ഗ്യാരണ്ടിയർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ആർക്കെങ്കിലും ഡിനൈ ചെയ്യപ്പെട്ടാൽ അതിനെ ചോദ്യം ചെയ്യപ്പെടാനും അത് വാങ്ങിക്കൊടുക്കാനും അത് നേടിക്കൊടുക്കാനുള്ള അവകാശം ആരിൽ വെസ്റ്റഡ് ആണ്? സുപ്രീം കോടതിയിൽ വെസ്റ്റഡ് ആണ്. ഇറ്റ് ഇസ് നോട്ട് സാക്രോസാങ്ക്ട് ഓർ പെർമനന്റ്. പെർമനന്റ് അല്ല, അതിൽ ചേഞ്ചസ് വരുത്താം. ഓക്കെ, കോടതിയുടെ മേൽനോട്ടത്തിൽ പാർലമെന്ററി അമെന്റ്മെന്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് പുറപ്പെടുവിച്ചുകൊണ്ട് ഏതിൽ മാറ്റങ്ങൾ വരുത്താം? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മാറ്റങ്ങൾ വരുത്താം. അത് കേർട്ടെയിൽ ചെയ്യാം, അത് റിപ്പീൽ ചെയ്യാനൊക്കെയുള്ള അവകാശം പാർലമെന്റിനുണ്ട്. പക്ഷെ അത് അമെന്റ്മെന്റ് പുറപ്പെടുവിച്ചുകൊണ്ട് ആവണം എന്ന് മാത്രം. ഓക്കെ, ദേ ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിംഗ് ദി ഓപ്പറേഷൻ ഓഫ് നാഷണൽ എമർജൻസി. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 20-ലും 21-ലും പറഞ്ഞിട്ടുള്ള മൗലികാവകാശം അല്ലാത്ത എല്ലാ അവകാശങ്ങളും എന്ത് ചെയ്യപ്പെടാം? സസ്പെൻഡ് ചെയ്യപ്പെടാം, ഇല്ലാതാക്കാം. ആർട്ടിക്കിൾ 20-ഉം 21-ഉം അപ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല? സസ്പെൻഡ് ചെയ്യപ്പെടാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സിലും താഴെ നമ്മൾ പറഞ്ഞു റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പ്രതിപാദിക്കുന്നത് ഏതിനെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശമാണ്. ഇതിന്റെ അകത്ത് ഓരോ ആർട്ടിക്കിൾസിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഒന്ന്, ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 14. ചോദിക്കാം കേട്ടോ, ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിയമം വഴിയുള്ള പ്രൊട്ടക്ഷൻ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടും. അതിന് പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഇന്ന ജാതി എന്നോ ഇന്ന വർഗമെന്നോ എന്നും വ്യത്യാസം ഇല്ല. ഇന്ത്യക്കാരാണോ അവർക്കത് ലഭ്യമാണ്. ഓക്കെ, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? കാസ്റ്റോ, റിലീജിയനോ, സെക്സോ, പ്ലേസ് ഓഫ് ബർത്തോ അതിന്റെ യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും ഉണ്ടായിരിക്കില്ല. എല്ലാ വിവേചനങ്ങളെയും പ്രൊഹിബിറ്റ് ചെയ്യുന്ന, എല്ലാ വിവേചനങ്ങളെയും ഒഴിവാക്കുന്ന, എല്ലാ വിവേചനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ആർട്ടിക്കിൾ 15. ഓക്കെ, റൈറ്റ് ഇക്വാലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് റിലീജിയന്റെ വ്യത്യാസമില്ല, റേസിന്റെ വ്യത്യാസമില്ല, കാസ്റ്റ് വ്യത്യാസം നോക്കേണ്ടതില്ല, സെക്സിലെ വ്യത്യാസം നോക്കേണ്ടതില്ല, പ്ലേസ് ഓഫ് ബർത്തിന്റെ വ്യത്യാസം നോക്കേണ്ടതില്ല. എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആവും. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആർട്ടിക്കിൾ 15. ഓക്കെ, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. ആർട്ടിക്കിൾ 16 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പബ്ലിക് എംപ്ലോയ്മെന്റിനെ കുറിച്ചാണ്. തൊഴിലില് എന്ത് ചെയ്യണം? തുല്യ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ കേസിൽ, അതായത് നമ്മളുടെ പബ്ലിക് ആയിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. ഓക്കെ, അതിന്റെ കാര്യത്തിലും ആർക്കും, അവസരങ്ങളുടെ കാര്യത്തിൽ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിൽ ആർക്കും ഇനീക്വാളിറ്റി നേരിടാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 16 പറഞ്ഞു വെക്കുന്നത്. ദെൻ നെക്സ്റ്റ്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് ഇറ്റ്സ് പ്രാക്ടീസ്. ആർട്ടിക്കിൾ 17 അല്ലെ, ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. അതായത് തൊട്ടുകൂടായ്മയെ അബോളിഷ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മയെയും തീണ്ടിക്കൂടായ്മയെയും ഒക്കെ അബോളിഷ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി കീ ജയ് എന്ന് പറഞ്ഞിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ദെൻ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എക്സെപ്റ്റ് മിലിറ്ററി ആൻഡ് അക്കാദമിക്. ആർട്ടിക്കിൾ 18 എന്താണ്? നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ടൈറ്റിൽസ് ഒക്കെ എന്താണ്?
ഒഴിവാക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. മിലിറ്ററി പരമായും അക്കാദമിക് പരമായിട്ടും കിട്ടിയിട്ടുള്ള ടൈറ്റിൽസ് അല്ലാണ്ട് ബ്രിട്ടീഷുകാർ ചാർത്തി കൊടുത്തിട്ടുള്ള ചില അവകാശങ്ങളും ചില പേരുകളും ഒക്കെ ഉണ്ടല്ലോ, അത്തരം ടൈറ്റിൽസിനെയൊക്കെ അബോളിഷ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ് പറയുന്നത്. അതിൽ 19 കുറിച്ച് പറയുന്നു, പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, റെസിഡൻസ്, പ്രൊഫഷൻ. ഇത്തരത്തിൽ 6 കാര്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ഏതൊക്കെയാണ്? സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അല്ല, നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം, നമ്മൾക്ക് സംസാരിക്കാനുള്ള അവകാശം. ഓക്കെ, ദെൻ ഫ്രീഡം ടു അസംബ്ലി, നമ്മൾക്ക് യോഗങ്ങൾ ചേരാനുള്ള അവകാശം, ഒത്തുകൂടാനുള്ള അവകാശം. അസോസിയേറ്റ് ചെയ്യാനുള്ള അവകാശം, അസോസിയേഷൻ, സംഘടിക്കാനുള്ള അവകാശം. മൂവ്മെന്റ്, സഞ്ചരിക്കാനുള്ള അവകാശം. റെസിഡൻസ്, താമസിക്കാനുള്ള അവകാശം. പ്രൊഫഷൻ, തൊഴിലിനുള്ള അധികാരം. ഇവയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ഓക്കെ, 6 ഫ്രീഡം ആര് ഉറപ്പുവരുത്തുന്നുണ്ട്? ആർട്ടിക്കിൾ 19 ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്, ആർട്ടിക്കിൾ 20 പറയുന്നത് ഒഫൻസിനെതിരെയുള്ള, അപ്പം കൺവിക്ഷന്റെ കേസിലൊക്കെ ഒഫൻസസ് വരുമ്പോൾ അതിന് റെസ്പെക്ട് കൊടുക്കാനുള്ള പ്രൊട്ടക്ഷൻ ആണ് ഏത്? ആർട്ടിക്കിൾ 20 പറയുന്നത്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനുള്ള അവകാശത്തെയാണ്, പേഴ്സണൽ ലിബർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, ജീവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 21A ഉണ്ട്, റൈറ്റ് ടു എലമെന്ററി എഡ്യൂക്കേഷൻ. അമെൻഡ് ചെയ്ത് ചേർത്തത് കൊണ്ടാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. അതായത് എലമെന്ററി എഡ്യൂക്കേഷനുള്ള, പ്രൈമറി എഡ്യൂക്കേഷനുള്ള, ബേസിക് എഡ്യൂക്കേഷനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൈൻ കേസസ്, ആർട്ടിക്കിൾ 22 അറസ്റ്റിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൽ ആർട്ടിക്കിൾ 23 24 വരുന്നത്. ആർട്ടിക്കിൾ 23 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, നമ്മളുടെ ഹ്യൂമൻ ബീങ്സിന്റെ ട്രാഫിക്കിനെയും നിർബന്ധിത ബാലവേലയും ഒക്കെ തടസ്സപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 23. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ആർട്ടിക്കിൾസ് ആണ് 23 24. ഫോഴ്സ്ഡ് ലേബറിനെയും ബാലവേലയെയും അതുപോലെ തന്നെ ബാലവേലയല്ല, ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിത വർക്കിനെയും ഹ്യൂമൻ ട്രാഫിക്കിനെയും പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 ബാലവേലയെ ചെറുക്കുന്നത്, ബാലവേല ഒഴിവാക്കുന്നത് ആർട്ടിക്കിൾ 24. ഓക്കെ, ഇനി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതപരമായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. അതിൽ ആർട്ടിക്കിൾ 25 പറയുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. ഏതൊരാൾക്കും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും അതൊരു പ്രൊഫഷൻ ആക്കാനും അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാനും അതിന് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25. സെക്കൻഡ്, ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്, മതപരമായ കാര്യങ്ങളെ മാനേജ് ചെയ്യാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 26 ഉറപ്പുവരുത്തുന്നത്. റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യാനുള്ള അവകാശം. ഇനി ആർട്ടിക്കിൾ 27 പറയുന്നത് ഫ്രീഡം ഫ്രം പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി റിലീജിയൻ, ഏതൊരു മതത്തിന്റെയും പ്രൊമോഷന് വേണ്ടിയിട്ട് ടാക്സസ് കൊടുക്കാനുള്ള അവകാശം. ഫ്രീഡം ഫ്രം പേയ്മെന്റ് ഓഫ് ടാക്സസ് കൊടുക്കാനും കൊടുക്കാതിരിക്കാനുമുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് എന്നുള്ളതാണ് 27 പറയുന്നത്. ദെൻ 28 പറയുന്നത് ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഓർ വർഷിപ്പ് ഇൻ സർട്ടൻ എഡ്യൂക്കേഷണൽ
ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചില റിലീജിയൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അവിടെ മതപരമായ കാര്യങ്ങൾക്കുള്ള അത് അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട അവരുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്നു പോവാനുള്ള, ആരെയും ഹാനികരമാക്കാണ്ട് തുടർന്നു പോകാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 28. ചില സ്കൂളുകളൊക്കെ ഉണ്ടാവില്ല, ഹിന്ദുസിന്റെ സ്കൂൾ, അവരുടെ ഹിന്ദുത്വപരമായിട്ടുള്ള അവരുടെ ആചാരങ്ങൾ അവർക്ക് അവിടെ ഫോളോ ചെയ്യാം. ക്രിസ്ത്യൻസിന്റെ സ്കൂൾസ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വേർഷിപ്സും അവരുടേതായിട്ടുള്ള റിലീജിയസ് ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യാനുള്ള അവകാശം, അതാരെയും ഹാനികരമാക്കാണ്ട് ഫോളോ ചെയ്യാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 28. ഇനി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, മതപരമായതും സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ആർട്ടിക്കിൾ 29, 30 പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 29 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസിന്റെ, അതായത് മിനിമം ഉള്ള ആളുകൾ അല്ലെ, ഭൂരിഭാഗവും അതുപോലെ തന്നെ മൈനോറിറ്റീസ് ഉണ്ടായിരിക്കും. മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ കുറച്ചുള്ള ആളുകൾ. അത് നമ്മളുടെ ഇപ്പം ഇന്ത്യയുടെ കേസ് എടുത്താൽ OBCയിൽ പെടുന്നവരൊക്കെ മൈനോറിറ്റീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ, ഈ ന്യൂനപക്ഷങ്ങളെ സാംസ്കാരികപരമായിട്ടും ഭാഷാപരമായിട്ടും അവരുടെ സ്ക്രിപ്റ്റ് പരമായിട്ടും ഒക്കെ അവരെ സംരക്ഷിക്കാനും അവർക്കുള്ള പ്രൊട്ടക്ഷനും കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 30 പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത്തരം മൈനോറിറ്റീസിന് അവർക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനുമുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 30. മൈനോറിറ്റീസിന് അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 31 സ്വത്തവകാശമായിരുന്നു, അത് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് നെക്സ്റ്റ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 32. ഇതിൽ പറയുന്നത് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും റൈറ്റ്സ് ഡിനേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇത്തരം മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്താതിരിക്കുന്ന കേസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോടതിയിൽ പോയിട്ട് തങ്ങളുടെ മൗലികാവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അധികാരമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 32. ഇങ്ങനെ സുപ്രീം കോടതിയിൽ പോയിട്ട് അവകാശങ്ങൾ നേടിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് മൗലികാവകാശങ്ങൾ ഡിനേ ചെയ്തവർക്ക് ആ മൗലികാവകാശങ്ങൾ നേടിക്കൊടുക്കുന്നത്. അത്തരത്തിലുള്ള 5 റിട്സിനെ കുറിച്ചും കൂടെ 32-ൽ പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും വ്യക്തികൾക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടാൽ, മൗലികാവകാശങ്ങൾ കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. ഈ സുപ്രീം കോടതികൾക്ക് റിട്ടുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്ത് നേടിയെടുക്കാൻ പറ്റും, മൗലികാവകാശങ്ങളെ പബ്ലിക്കിന് നേടിക്കൊടുക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 5 റിട്ടാണ് ഹെബിയസ് കോർപ്പസ്. ഫസ്റ്റ് വൺ ഈസ് ഹെബിയസ് കോർപ്പസ്, സെക്കൻഡ് വൺ ഈസ് മെൻഡാമസ്, തേർഡ് വൺ പ്രൊഹിബിഷൻ, ഫോർത്ത് വൺ സെർഷ്യോററി ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ക്വോ വാറന്റോ. ഓക്കെ, ആർട്ടിക്കിൾ 32 റിട്ടുകളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഹെബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, ക്വോ വാറന്റോ, 5 റിട്ടുകളാണ്. ഇനി ഈ റിട്ടുകളെ കുറിച്ചും കൂടുതൽ മൗലികാവകാശങ്ങൾ ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റും കാര്യങ്ങളും, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ്.